ഹായ്, നമുക്കൊരു ഈസി സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ? ചോറുണ്ണാനൊരു മൂടില്ല. ഫ്രിഡ്ജിൽ റെഡി ടു യൂസ് ചപ്പാത്തി ഇരിപ്പുണ്ട്. ആ ചപ്പാത്തിയും 2 മുട്ടയും ഒരു കടുവറയിലും നമുക്ക് കാര്യം നടത്താം. അപ്പോൾ കടുവറയില്ലാത്ത കറികളും ഡിഷസും എനിക്ക് കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്ക് കുറച്ച് കടുവറ ഇച്ചിരി കൂടുതലാണല്ലേ. എന്തായാലും കടുവറുത്ത് അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും ഒരു വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയും ഫ്ലേവറിന് മിക്സ് ചെയ്തു. അതേ സമയം തന്നെ വേറൊരു പാനിൽ നമ്മുടെ മുട്ട ചിക്കിത്തോർത്ത് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചിക്കിത്തോർത്തി. പിന്നെ നമ്മുടെ ചപ്പാത്തി ഒരു കോണിൽ ഇരിപ്പുണ്ട്. അത് നമുക്കിപ്പോൾ റെഡിയാക്കാം കേട്ടോ. അപ്പം മുട്ട ചിക്കിത്തോർത്തിയത് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് അപ്പുറത്തടുപ്പിൽ നമുക്ക് സവാള ഗിരി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. 2 പച്ചമുളകും ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ചപ്പാത്തി റെഡി ടു യൂസ് ചപ്പാത്തിയാണ്. അതിങ്ങനെ കിരീന്ന് കീറി പീസാക്കിയിട്ട് ആ സവാള വഴറ്റിയതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഏകദേശം പിടികിട്ടി കാണും എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് ചപ്പാത്തി മസാല, അതല്ലെങ്കിൽ വേറൊരു പേര് സജസ്റ്റ് ചെയ്യാമോ? അപ്പോൾ ഈ സവാള വഴറ്റിയതിനകത്തോട്ട് ചപ്പാത്തിയും പിന്നെ ചിക്കിത്തോർത്തും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു പൊറോട്ട മിക്സില്ലേ, എന്തായാലും പറയുന്നത് കൊത്തു പൊറോട്ട, അത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ കൊത്തു ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തണുക്കരുത്, ചൂടോടെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ കട്ടിയായി പോവേ. അപ്പോൾ ശരി.